morning students. Next topic access modifiers in Java. നമുക്ക് മെയിൻ ആയിട്ടും ജാവയ്ക്കകത്ത് ആക്സസ് മോഡിഫയേഴ്സിനെ അല്ലെങ്കിൽ മോഡിഫയേഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആക്സസ് മോഡിഫയർ എന്നും നോൺ ആക്സസ് മോഡിഫയർ എന്നും. നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ പോകുന്നത് ആക്സസ് മോഡിഫയേഴ്സ് ആണ്. അപ്പോൾ മെയിൻ ആയിട്ടും ആക്സസ് മോഡിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജാവ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ എലമെന്റിന്റെയും സ്കോപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നത്. അതായത് ആ ഒരു എലമെന്റ് ആ പ്രോഗ്രാമിനകത്ത് എവിടെയൊക്കെ യൂസ് ചെയ്യാം, അതിന് എവിടെയൊക്കെ യൂസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ള പെർമിഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നത്. ജാവയ്ക്കകത്തെ പ്രോഗ്രാമിനകത്തെ എലമെന്റ്സ് എന്ന് പറയുമ്പം അതൊരു വേരിയബിൾ ആകാം, മെത്തേഡ് ആകാം, കൺസ്ട്രക്ടർ ആകാം, അല്ലെങ്കിൽ ക്ലാസ് ആകാം. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെയാണ് നമ്മൾ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഏത് യൂസ് ചെയ്തിട്ട്? ആക്സസ് മോഡിഫയർ യൂസ് ചെയ്തിട്ട്. The access modifiers in Java specifies the accessibility or scope of a field, method, constructor, or class. We can change the access level of fields, constructor, methods, and class by applying the access modifier on it. ക്ലാസ്, വേരിയബിൾ, മെത്തേഡ്, കൺസ്ട്രക്ടർ, ഇത്രയും കാര്യങ്ങളുടെ സ്കോപ്പ് അല്ലെങ്കിൽ എവിടെയൊക്കെ ആക്സസ് ചെയ്യാമെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും ജാവയ്ക്കകത്ത് 4 ടൈപ്സ് ആക്സസ് മോഡിഫയേഴ്സ് ആണുള്ളത്. പ്രൈവറ്റ്, ഡിഫോൾട്ട്, പ്രൊട്ടക്ട്, പബ്ലിക്. 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ CPP-ക്കകത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ്, പബ്ലിക് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൂടാതെ ഡിഫോൾട്ട് എന്ന് പറയുന്നതും കൂടെയാണ് നമുക്ക് ജാവയ്ക്കകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വണ്ണാണ് പ്രൈവറ്റ് എന്ന് പറയുന്നത്. The access level of a private modifier is only within the class. It cannot be accessed from outside the class. അപ്പോൾ ഒരു എലമെന്റിനെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ആ ക്ലാസിന്റെ ഉള്ളിലായിരിക്കും. എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ക്ലാസിന്റെ ഉള്ളിൽ മാത്രമേ അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതൊരു വേരിയബിൾ ആകട്ടെ, അല്ലെങ്കിൽ മെത്തേഡ് ആകട്ടെ, അല്ലെങ്കിൽ കൺസ്ട്രക്ടർ ആകട്ടെ, അത് ഏതാണെങ്കിലും ഒരു ക്ലാസ്സിനകത്ത് മാത്രമായിരിക്കും അതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ആ ക്ലാസിന്റെ ഔട്ട്സൈഡിൽ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി രണ്ടാമത്തതാണ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ. ആക്സസ് ലെവൽ ഓഫ് എ ഡിഫോൾട്ട് മോഡിഫയർ ഈസ് ഓൺലി വിത്തിൻ ദ പാക്കേജ്. ഇറ്റ് കനോട്ട് ബി ആക്സസ്ഡ് ഫ്രം ഔട്ട്സൈഡ് ദ പാക്കേജ്. ഇഫ് യു ഡു നോട്ട് സ്പെസിഫൈ എനി ആക്സസ് ലെവൽ ഇറ്റ് വിൽ ബി ദ ഡിഫോൾട്ട്. അപ്പൊ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ജാവയ്ക്കകത്തെ പാക്കേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്തും കൂടെ വരുന്ന ഒരു ആക്സസ് മോഡിഫയർ ആണ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. പാക്കേജ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ക്ലാസ്സസ് ആണ്. നമ്മളത് പഠിക്കുന്നുണ്ട് പാക്കേജ് എന്താന്നുള്ള കാര്യം. നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. കുറേയധികം ക്ലാസ്സുകളുടെ ഒരു കളക്ഷൻ ആണ് പാക്കേജ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ഒരു നമ്മളൊരു എലമെന്റിനെ ഡിഫോൾട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് എവിടെ മാത്രമാണ്? ആ ഒരു പാക്കേജിനകത്ത് മാത്രമായിരിക്കും അതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ആ പാക്കേജിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾക്കുള്ളിൽ മാത്രമേ ആ ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പാക്കേജിന്റെ ഔട്ട്സൈഡിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ജാവയ്ക്കകത്ത് ഒരു ആക്സസ് സ്പെസിഫയറും കൊടുത്തിട്ടില്ല എങ്കിൽ അത് ഏതായിരിക്കും? ഡിഫോൾട്ട് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ ആയിരിക്കും അതിന് ഡിഫോൾട്ട് ആയിട്ട് തന്നെ കിട്ടുന്നത്. പ്രൈവറ്റ് അല്ല, ഡിഫോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്താണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ. ദ ആക്സസ് ലെവൽ ഓഫ് എ പ്രൊട്ടക്റ്റഡ് മോഡിഫയർ ഈസ് വിത്തിൻ ദ പാക്കേജ് ആൻഡ് ഔട്ട്സൈഡ് ദ പാക്കേജ് ത്രൂ ചൈൽഡ് ക്ലാസ്. If you do not make the child class, it cannot be accessed from outside the package. Protected എന്ന് പറയുന്നത് നമ്മൾ CPP-ക്കകത്തൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പൊ ഇവിടെയും പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജിനകത്തായിരിക്കും അതിന്റെ സ്കോപ്പ്. അതുപോലെ തന്നെ പാക്കേജിന് വെളിയിൽ കിട്ടണമെങ്കിൽ ആ പാക്കേജിനകത്തുള്ള ഒരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്ത് നമ്മളൊരു സബ് ക്ലാസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പാക്കേജിന് ഔട്ട്സൈഡിൽ നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ബേസ് ക്ലാസ്സിലാണ് ഒരു ഐറ്റം പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ബേസ് ക്ലാസ്സിന് തന്നെ ഡിറൈവ്ഡ് ക്ലാസ്സിലും കൂടെ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ പാക്കേജിന്റെ ഔട്ട്സൈഡിൽ അതിനെ ആക്സസ് ചെയ്യാനുള്ള സ്കോപ്പ് അതിന് ഇല്ല. അതാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പബ്ലിക് എന്ന് പറയുന്നത്.
Access level of a public modifier is everywhere. It can be accessed from within the class, outside the class, within the package and outside the package. അപ്പോൾ പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ആ പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും ആ ഒരു എലമെന്റിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലാസ്സിനകത്തോ ക്ലാസ്സിന് പുറത്തോ പാക്കേജിനകത്തോ പാക്കേജിന് വെളിയിലോ എങ്ങനെ എവിടെ വേണമെങ്കിലും ആ ഒരു എലമെന്റിന് സ്കോപ്പ് ഉണ്ടായിരിക്കും. അത് വേരിയബിൾ ആവട്ടെ, മെത്തേഡ് ആവട്ടെ, കൺസ്ട്രക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ക്ലാസ് ആവട്ടെ, ഏതാണെങ്കിലും പബ്ലിക് ആണെങ്കിൽ ആ ഒരു എൻറ്റയർ പ്രോഗ്രാമിനകത്തായിരിക്കും അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ആക്സസ് മോഡിഫയേഴ്സ്. അപ്പൊ ഈ സ്റ്റാറ്റിക് അബ്സ്ട്രാക്ട് എന്നൊക്കെ പറയുന്നതാണ് നോൺ ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിന് ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്, എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുന്ന ടേബിൾ ആണ്. എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഈ ടേബിൾ കൂട്ടി വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ആക്സസ് മോഡിഫയർ അതിന്റെ സ്കോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. വിത്തിൻ ക്ലാസ്, വിത്തിൻ പാക്കേജ്, ഔട്ട്സൈഡ് പാക്കേജ് ബൈ സബ് ക്ലാസ് ഓൺലി, ഔട്ട്സൈഡ് പാക്കേജ്. പ്രൈവറ്റ് ആണെങ്കിൽ എവിടെയൊക്കെയാണ് അതിന്റെ സ്കോപ്പ് ഉള്ളത്? വിത്തിൻ ക്ലാസ് മാത്രമാണ്. അതാണ് ഇവിടെ വൈ കൊടുത്തിരിക്കുന്നത്, യെസ് എന്നുള്ള മീനിങ്ങിൽ. ബാക്കി എല്ലായിടത്തും നോ ആണ്. ഡിഫോൾട്ട് ആണെങ്കിലോ വിത്തിൻ ക്ലാസ്സും ഉണ്ട്, വിത്തിൻ പാക്കേജും ഉണ്ട്. പാക്കേജിന് വെളിയിലും കിട്ടത്തില്ല, അതുപോലെ തന്നെ ക്ലാസിന്റെ വെളിയിലും കിട്ടത്തില്ല. ഇനി പ്രൊട്ടക്റ്റഡ് ആണെങ്കിലോ, പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ക്ലാസ്സിനകത്തും കിട്ടും, അതുപോലെ തന്നെ പാക്കേജിനകത്തും കിട്ടും. പാക്കേജിനകത്ത് സബ് ക്ലാസ് വഴി നമുക്ക് പാക്കേജിന് വെളിയിലും കിട്ടും. പിന്നെ പബ്ലിക് ആണെങ്കിലോ, പബ്ലിക് ആണെങ്കിൽ ക്ലാസ്സിനകത്തും കിട്ടും, പാക്കേജിനകത്തും കിട്ടും, പാക്കേജിന് വെളിയിലും കിട്ടും, ക്ലാസ്സിന്റെ വെളിയിലും കിട്ടും. അത്രയാണ് പബ്ലിക്കിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ കൊടുത്തിരിക്കുന്നത് ഓരോരോ ആക്സസ് മോഡിഫയറിനുമുള്ള എക്സാമ്പിൾ ആണ്. അതിപ്പോ ഓരോന്നിനും ഒരു പ്രോഗ്രാം ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണ്ട, എല്ലാം കൂടെ ഒരുമിച്ചാക്കിയുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നുള്ള കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പ്രൈവറ്റിന്റെ ആണ് കാണിച്ചിരിക്കുന്നത്. പ്രൈവറ്റിന് ഇവിടെ എ എന്ന് പറയുന്നതാണ് ഇവിടെ ക്ലാസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഡേറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെയാണ് പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെസ്സേജ് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെയാണ് പ്രൈവറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രൈവറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് മെത്തേഡും പ്രൈവറ്റ് ഡേറ്റ എന്നും പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ഇവിടെ സിമ്പിൾ എന്ന് പറഞ്ഞ് മറ്റൊരു ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ക്ലാസ്സിനകത്താണ് നമ്മൾ മെയിൻ മെത്തേഡും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ എ എന്ന് പറയുന്ന ക്ലാസ്സിനുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ആ എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തെ പ്രൈവറ്റ് ഡേറ്റ മെമ്പറേയും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള മെത്തേഡിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള മെമ്പറിന്റെയും മെത്തേഡിന്റെയും ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ എ എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ്സിനകത്താണ് ആക്സസ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കമ്പൈൽ ടൈം എറർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി അടുത്തതാണ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയൊക്കെയാണ്? പാക്കേജിനുള്ളിലും അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സബ് ക്ലാസ്സിലും കൂടെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പൊ പാക്കേജ് എങ്ങനെയാന്നുള്ള കാര്യം നമ്മൾ അടുത്ത മോഡ്യൂളിനകത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പാക്കേജ് എന്ന് പറഞ്ഞാൽ കുറെ അധികം ക്ലാസ്സുകളുടെ കളക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെത്തേഡും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഡിഫോൾട്ട് ആണ്. നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്നാ പറഞ്ഞത്? ഡിഫോൾട്ട് ആക്സസ് മോഡിഫയർ ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാക്കേജ് യൂസ് ചെയ്ത് മറ്റൊരു പ്രോഗ്രാം എഴുതുകയാണ്. അങ്ങനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ക്ലാസ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ആ ക്ലാസ്സിനകത്ത് നമ്മൾ പാക്കേജിനകത്തെ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ പാക്കേജിനകത്തെ ഡിഫോൾട്ട് ആയിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ എന്തുണ്ടാകും? എറർ ഉണ്ടാകും. കമ്പൈൽ ടൈം ഒരു എറർ ഉണ്ടാകും. അതേസമയം ആ ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാനും പറ്റുകയും ചെയ്യും. അതാണ് ഡിഫോൾട്ടിന്റെ പ്രത്യേകത. പാക്കേജിനകത്തും കിട്ടും, പാക്കേജിന്റെ ഔട്ട്സൈഡിൽ കിട്ടത്തില്ല. അടുത്താണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇൻഹെർട്ട് ചെയ്യുന്നത് വഴി പാക്കേജിന് വെളിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് യൂസ് ചെയ്യുന്നത്. അതാണ് പ്രൊട്ടക്റ്റഡും ഡിഫോൾട്ടും തമ്മിലുള്ള വ്യത്യാസം. ഡിഫോൾട്ട് ആണെങ്കിൽ പാക്കേജിനുള്ളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ പാക്കേജിനുള്ളിലും അതുപോലെ തന്നെ ഔട്ട്സൈഡിൽ കിട്ടാനായിട്ട് നമുക്ക് ഇൻഹെറിറ്റൻസ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ് പബ്ലിക് എന്ന് പറയുന്നത്. പബ്ലിക് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും, ഏതൊക്കെ ക്ലാസ്സിനകത്താണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിന് വെളിയിലാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു
പെർമിഷൻ എവിടെയുണ്ട്? പബ്ലിക് ആയിട്ട് കൊടുത്താൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പഠിച്ചു വെക്കുക. ഒരു എൻ്റെ പ്രോഗ്രാം ആയിട്ട് ഒരെണ്ണത്തിന് പഠിച്ചു വെക്കണമെന്നില്ല. മെയിൻ ആയിട്ടും ആ ടേബിളും ഡെഫിനിഷൻസും പഠിച്ചു വെക്കുക.